ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജീവന് നിത്യയെ ഒട്ടും തന്നെ വിശ്വാസമില്ല. ഇപ്പോൾ വിഷ്ണു പറഞ്ഞതും കൂടിയായപ്പോൾ ജീവനൊരു വല്ലാത്ത ദേഷ്യത്തോടെയും ഒക്കെയാണ് നിത്യയെ കാണുന്നത്. എങ്ങനെയും നിത്യയെ ഇല്ലാതാക്കണം എന്നാണ് ഇപ്പോൾ ജീവൻ വിചാരിക്കുന്നത്. അതിനുവേണ്ടി കിച്ചണിൽ നിന്നും ഒരു കത്തി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ശരവണനെ അവിടെ കണ്ടപ്പോൾ ശരവണന് അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുറത്തുപോയി ഒരു സോഡ വാങ്ങിച്ചുകൊണ്ട് വരാനായി പറയുന്നു. എന്നാൽ അകത്ത് ജ്യൂസ് ഇരിപ്പുണ്ട് എന്ന് ശരവണൻ പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട്, ജ്യൂസ് വേണമെന്നല്ലല്ലോ നിന്നോട് പറഞ്ഞത്, സോഡ വേണമെന്നല്ലേ. ഇപ്പോൾ ഇത് കേട്ട് ശരവണൻ പറയുന്നുണ്ട്, ഇല്ല സാർ, സുജാത മേഡവും രഘുസാറും പോകുമ്പോൾ എല്ലാം ഭദ്രമായിട്ട് നോക്കണമെന്ന് എന്നോട് പറഞ്ഞതാണ്. അവർ വരുന്നത് വരെ എന്നെ കൊണ്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ അനുസരിക്കാൻ ബുദ്ധിമുട്ടാണോ എന്ന് പറഞ്ഞ് ആ കത്തി ഇപ്പോൾ ശരവണന് നേരെ നീട്ടുകയാണ് ജീവൻ. അത് കണ്ട് ശരവണൻ ഒന്ന് ഭയന്നു. ചെല്ലടാ ശരവണ, അച്ഛനും അമ്മയും തിരിച്ചു വരുമ്പോൾ നിന്നെ ജീവനോടെ അവർ കാണണ്ടേ, പോയിട്ട് വാടാ എന്നെ ദേഷ്യത്തോടെ പറയുകയാണ് ജീവൻ ഇപ്പോൾ ശരവണനോട്. ശരവണന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടാണ് ഇപ്പോൾ ഭീഷണി. എന്നിട്ട് ശരവണന്റെ നെഞ്ചത്തിട്ട് ഒരു ചവിട്ടും കൊടുത്തിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാത്തിനെയും കത്തിക്കണോ എന്നും ജീവൻ പറയുന്നു. പേടിച്ച് ശരവണൻ അവിടെ നിന്ന് മാറാൻ തുടങ്ങുകയാണ്. പോടാ എന്ന് പറയുന്നു. അങ്ങനെ ശരവണൻ പോവുകയാണ്. പേടിച്ചാണ് പോകുന്നത്. ഇതൊന്നും അറിയാതെ നിത്യ അകത്ത് കിടന്നുറങ്ങുകയാണ്. ശരവണൻ ഗേറ്റിനരികിൽ വരെ വന്നിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയാണ് വന്നിരിക്കുന്നത്. ഇതേ സമയം ആ ഡോക്ടർ പറഞ്ഞതിനാൽ നിത്യ ഇപ്പോൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ രഘുവും സുജാതയും വളരെ പെട്ടെന്ന് വളരെ ടെൻഷനോടെ തന്നെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. രഘുവേട്ട ഒന്ന് വേഗം എന്നൊക്കെ സുജാത പറയുന്നുണ്ട്. സുജാതയെ താനൊന്ന് സമാധാനമായിട്ടിരിക്കും, നിത്യമോൾക്ക് ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത് എന്നൊക്കെ രഘു പറയുന്നുണ്ട്. അങ്ങനെ അവർ വളരെ വേഗത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ജീവനാണെങ്കിൽ വല്ലാത്തൊരു ഭാവത്തിൽ നിത്യയുടെ മുറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ജ്യോതിയുടെ മുറിയിലേക്ക് നോക്കുന്നുണ്ട്. ജ്യോതിയാണെങ്കിൽ ഉറങ്ങുകയായിരുന്നു. ആ റൂം മെല്ലെ അടച്ചു. എന്നിട്ട് ജ്യോതി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തിട്ട് ലോക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ജീവന്റെ പോക്ക്. ഇനി ജീവൻ പോകുന്നത് നിത്യയുടെ മുറിയിലേക്ക്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നു. ഈശ്വര, അവൻ എന്തെങ്കിലും തോന്നലും മനസ്സിൽ വന്നാൽ ഒന്ന് തടഞ്ഞേക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് സുജാത പോകുന്നത്. എന്നാൽ പോകുന്ന വഴി കാറിന് എന്തോ ഒന്ന് പറ്റുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാർ അവിടെ ഓഫായി പോവുകയും ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിൽ സ്റ്റാർട്ട് ആവുന്നതുമില്ല. എന്താ രഘുവേട്ട പ്രശ്നം, എന്ത് പറ്റി എന്നൊക്കെ സുജാത ചോദിക്കുന്നുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ രഘു പറയുമ്പോൾ സുജാത പറയുന്നു, രഘുവേട്ട നമുക്ക് വേഗം പോകാം, ഇല്ലെങ്കിൽ ആപത്താണ്. അങ്ങനെ ഇപ്പോൾ രഘു പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട് വണ്ടിക്ക് എന്താണ് പറ്റിയത് എന്നറിയാനായിട്ട്. ഇതേ സമയം ജീവനാണെങ്കിൽ നിത്യ കിടക്കുന്ന മുറിയുടെ ഡോറ് മെല്ലെ തുറന്നു. നിത്യ ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. മെല്ലെ ജീവൻ അകത്തേക്ക് വന്നു. എന്നിട്ട് നിത്യയുടെ മുഖത്തേക്ക് വല്ലാത്ത ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. നിത്യയുടെ തൊട്ടരികിൽ കത്തിയുമായി ഇരിക്കുകയാണിപ്പോൾ. സുജാതയും ഇപ്പോൾ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് രഘുവേട്ട വാ നമുക്ക് പോകാം എന്നൊക്കെ പറയുന്നു. ഇതിപ്പോൾ നമ്മളെ കൊണ്ട് ശരിയാക്കാൻ പറ്റില്ല, തൽക്കാലം വണ്ടി ഇവിടെ കിടക്കട്ടെ, നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി പിടിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് രഘു പറയുന്നു. അങ്ങനെ കാർ അവിടെ ഇട്ടിരിക്കുകയാണ് രഘു. അവിടേക്ക് ഒരു കാർ വരുന്നുണ്ടായിരുന്നു. അത് രഘു കൈ കാണിച്ചു. എന്നാൽ അവരത് നിർത്തിയില്ല. അങ്ങനെ വരുന്ന വണ്ടിക്കൊക്കെ അവർ രണ്ടുപേരും കൈ കാണിക്കുന്നുണ്ട്. ജീവൻ നിത്യ തന്നെ നോക്കിയിരുന്നിട്ട് വിഷ്ണു പറഞ്ഞ കാര്യം ആലോചിക്കുന്നു. പെട്ടെന്ന് എന്തോ ഒന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുകയാണ് നിത്യ. അരികിൽ ജീവൻ ഇരിക്കുന്നത് കണ്ട് പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് ചാടി എണീക്കുകയാണ് നിത്യ. എന്നാൽ നിത്യയുടെ മുടിയിൽ പെട്ടെന്ന് തന്നെ ജീവൻ പിടിച്ച് അമർത്തി പിടിച്ചു. നീ വിഷ്ണുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് നിത്യ പറയുമ്പോൾ ഒന്നുമില്ല അല്ലേ, മനുവിന്റെ കൂട്ടുകാരൻ വിഷ്ണുവുമായിട്ട് നിനക്കുള്ള ബന്ധം എന്താടി എന്നെ ജീവൻ വീണ്ടും ചോദിക്കുന്നു. നിത്യ പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല, അവൻ കുഞ്ഞല്ലേ അങ്ങനെ വിളിക്കുന്നത് നിന്നെ പോലെ ഒരുത്തിക്ക് കൂടുതൽ സൗകര്യമാണ്. നിന്റെ കുഞ്ഞുകളിയും താരാട്ടും ഒന്നുമല്ല എനിക്ക് കേൾക്കേണ്ടത്. അവനും നീയുമായിട്ട് എത്ര നാളത്തെ ബന്ധമാണെന്നാ എനിക്കറിയേണ്ടത്, ഏത് തരത്തിലുള്ള ബന്ധമാണെന്നാ എനിക്കറിയേണ്ടത്. എന്തൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ എനിക്ക് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ് ജീവൻ. സുജാതയും രഘുവും കുറെ നേരം വണ്ടി കൈ കാണിച്ചിട്ടും ഒരൊറ്റ വണ്ടി പോലും നിർത്തുന്നില്ല. രഘുവേട്ട ഇതെന്താ ആരും വണ്ടി നിർത്താത്തത്, ആരും എന്താ കരുണ കാണിക്കാത്തത് എന്നൊക്കെ സുജാത പറയുമ്പോൾ രഘു പറയുന്നുണ്ട്, സുജാത ഇവിടെ അങ്ങനെ അധികം വണ്ടി വരുന്ന സ്ഥലമൊന്നും അല്ല, നമുക്കിവിടുന്ന് പോയേക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് നടക്കുകയാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് സുജാത പോവാൻ തുടങ്ങുന്നുണ്ട്. ഇതേ സമയം നിത്യ ഭിത്തിയുടെ അരികിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് നിത്യയുടെ നെറ്റിയിലിങ്ങനെ കത്തി വെക്കുകയാണ് ജീവൻ. കുത്തി വെക്കുന്നു. പറയടി, നീ പറയില്ലല്ലേ, ജീവനെ നിനക്ക് ശരിക്കും അറിയില്ല, എല്ലാത്തിനെയും ഞാൻ കൊല്ലും.
നിന്നെ കൊണ്ട് പറയിക്കും ഞാൻ. അതിനുശേഷം മാത്രമേ നിന്നെ ഞാൻ കൊല്ലൂ. പറയടി പറയടി എന്നൊക്കെ ജീവൻ നിത്യയോട് ചോദിക്കുന്നു. നിത്യയാണെങ്കിൽ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ഷെൽഫ് തുറന്നിങ്ങനെ ഇടിക്കുന്നുണ്ട്. അതിൽ പെട്ടെന്ന് ജീവൻ വീഴാൻ തുടങ്ങുന്നു. നെറ്റുകേറി ഇടിക്കുകയും ചെയ്തു. എന്നിട്ട് നിത്യ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുകയാണ്. ഇതേസമയം സുജാത രഘുവിനോട് പറയുന്നു, ഇങ്ങനെ പോയാൽ നമ്മൾ എപ്പോൾ എത്തും രഘു ഏട്ടാ എന്ന്. വളരെ സ്പീഡിൽ തന്നെ രണ്ടുപേരും നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വല്ലാതെ പേടിച്ചിട്ടാണ് അവർ പോകുന്നത്. ഇതേസമയം മറ്റൊരു മുറിയിലേക്ക് കയറി കടകടയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു നിത്യ. എന്നാൽ ജീവൻ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് ആ കതക് തള്ളി തുറക്കുകയാണ്. ജോറി ജോറി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ആദ്യം ജോറി കേട്ടില്ലായിരുന്നു. പിന്നെ ഡോർ തുറന്ന് വരാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ആ ഡോറ് ലോക്കാണ്. അതുകൊണ്ട് തന്നെ ജോറിക്ക് പുറത്തേക്ക് ഇറങ്ങാനും സാധിക്കില്ല. ഇതേസമയം ജീവൻ തള്ളി തുറന്ന് അകത്തേക്ക് വന്ന് നിത്യയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിച്ചു. നിത്യേച്ചി വാതിൽ തുറന്ന് എന്ന് പറഞ്ഞ് ജോറി വിളിക്കുന്നുണ്ട്. ഇപ്പോൾ നിത്യയാണെങ്കിൽ ജീവന് വേണ്ടി പിടയുകയാണ്. ജീവന് വേണ്ടി കിടന്ന് കരയുകയാണ്. ജീവനാണെങ്കിൽ നിത്യ ഉപദ്രവിക്കുന്നു. എന്നിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതിയോ? നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരടിയുള്ളത്? നിനക്ക് വേണ്ടി ജീവൻ കളയുന്ന എൻ്റെ അമ്മയില്ല, ഉപദേശം കൊണ്ട് തടയുന്ന എൻ്റെ അച്ഛനുമില്ല എന്നൊക്കെ ജീവൻ പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്നൊക്കെ. ജീവൻ പറയുന്ന ഒന്ന് മാത്രമേ എനിക്ക് കേൾക്കേണ്ടതായിട്ടുള്ളൂ, അവനും നീയുമായിട്ടുള്ള ബന്ധം, അത് മാത്രമേ എനിക്ക് കേൾക്കേണ്ടതുള്ളടി എന്നൊക്കെ പറയുന്നു. ഇപ്പം ക്ലോക്കിലേക്ക് നോക്കുന്നു. സമയം 4 മണിയാവാറായിരിക്കുന്നു. 3:55. 4 മണി വരെ നിനക്ക് സമയം തരാം. 5 മിനിറ്റാണ് കൊടുത്തിരിക്കുന്നത്. 4 മണിയാണ് നിനക്ക് ചാകാനുള്ള വിധിയെന്നും ജീവൻ പറയുന്നു. പൊട്ടിക്കരയുകയാണ് നിത്യ. മര്യാദയ്ക്ക് പറഞ്ഞോ, നിന്റെ സമയം ഞാൻ എണ്ണി തുടങ്ങാമെന്നും ജീവൻ പറയുന്നു. വാതിൽ തട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ജ്യോതി. മരണത്തിന്റെ സമയം അടുത്ത് തുടങ്ങിയടി, നോക്കടി എന്നൊക്കെ ജീവൻ ഇങ്ങനെ ഉറക്കെ പറയുന്നുണ്ട്. 4 മണി ആയിരിക്കുന്നു. ഒന്നും ചെയ്യാനാകാതെ അവിടെ ഇരുന്ന് കരയുകയാണ് നിത്യ. ഒരു ഭ്രാന്തനെ പോലെ ആയിരിക്കുന്നുണ്ട് ജീവൻ ഇപ്പോൾ സമയം ഇങ്ങനെ എണ്ണുന്നു. 10, 9, 8, 7, 6, 5, 4 എന്നൊക്കെ ഇങ്ങനെ എണ്ണി വരികയാണ്. നിത്യയുടെ മുടിയിൽ പിടിച്ച് അമർത്തി വെച്ചുകൊണ്ടാണ് എണ്ണുന്നത്. 1 എന്ന് പറഞ്ഞിട്ട് അലറിക്കൊണ്ട് നിത്യയുടെ നേരെ കത്തി ഇങ്ങനെ ഉറക്കെ വീശാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ജീവ, നീ എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് രഘുവും സുജാതയും അവിടെ എത്തിയിരിക്കുന്നു. അവർക്ക് നേരെ കത്തി നീട്ടിയിട്ട് ജീവൻ പറയുന്നു, എൻ്റെ അടുത്തേക്ക് വരരുത്, കൊല്ലാൻ പോവോ ഞാനിവളെ കൊല്ലാൻ പോവാ. അമ്മയ്ക്ക് കാണണ്ടേ ഇവള് ചാകുന്നത്, ഇവളെ ചോരയിൽ കിടന്ന് പിടയുന്നത് എന്നൊക്കെ ഒരു ഭ്രാന്തനെ പോലെ പറയുകയാണ് ജീവൻ. ദാ കണ്ടോ എന്ന് പറഞ്ഞ് ജീവൻ വീണ്ടും കത്തി നീട്ടി. എന്നാൽ പെട്ടെന്ന് രഘുവന്ന് ആ കയ്യിൽ തടഞ്ഞു. ഈ സമയം കൊണ്ട് സുജാതയുടെ അരികിലേക്ക് നിത്യ വന്നു. ജീവനെ തടഞ്ഞപ്പോൾ പെട്ടെന്ന് ജീവൻ രഘുവിനെ തട്ടിമാറ്റി. ആ സമയം ആ കൈ കൊണ്ട് ഒരു ഫ്ലവർ വൈസ് താഴെ വീണ് പൊട്ടി. ജീവൻ അതെടുത്തിട്ട് അവർക്ക് നേരെ നീട്ടിയിട്ട് പറയുന്നു, കൊല്ലും. ആ കത്തി എടുത്ത് നീട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, എൻ്റെ അമ്മാവൻ മരിക്കാൻ കാരണം ഇവളത്തെ പോലത്തെ പെണ്ണുങ്ങളാണ്. ശരവണനും അവിടെ എത്തിയിരിക്കുന്നു. കൊല്ലും, ഞാൻ ഓരോരുത്തരായിട്ട് ഞാൻ കൊല്ലും എന്നൊക്കെ ജീവൻ പറയുന്നുണ്ട്. വല്ലാത്തൊരു ഭാവത്തിലാണ് ജീവനെ കണ്ടിട്ടിപ്പോൾ എല്ലാവർക്കും പേടിയാകുന്നുണ്ട്. ഇവളെ എനിക്ക് വിട്ടുതാ എന്നൊക്കെ ജീവൻ ഉറക്കെ പറയുന്നു. വിട്ടുതരാനാ പറഞ്ഞത്. പേടിച്ചരണ്ട് നിൽക്കുകയാണ് നിത്യ. പിന്നിൽ കൂടി വന്ന ശരവണൻ ജീവനെ അമർത്തി പിടിച്ചു. ഈ സമയം കൊണ്ട് രഘു ജീവനെ അടക്കാൻ ശ്രമിക്കുന്നു. കയ്യിലെ കത്തി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കത്തി താഴെ വീണിരിക്കുന്നു. സുജാതയും നിത്യയും ഇത് കണ്ടിട്ട് വല്ലാത്ത ഭയത്തോടെ തന്നെ നിൽക്കുകയാണ് ജീവന്റെ ഈ ഒരു പെരുമാറ്റം. എന്നിട്ടും നിത്യയോടുള്ള ആ ഒരു വെറി, ആ ഒരു ദേഷ്യം ഇതുവരെയും ജീവൻ അടങ്ങുന്നില്ല. ശരവണനും രഘുവും കൂടി ജീവനെ മുറിയിൽ നിന്ന് പുറത്താക്കി വാതിലടച്ചു. ഒരു ഭ്രാന്തനെ പോലെ തുറക്ക് എന്ന് പറഞ്ഞ് വീണ്ടും ആ വാതിലിന് തട്ടുകയാണ് ജീവൻ. ശരവണനും രഘുവും കൂടി ആ വാതിലിൽ ഇങ്ങനെ അമർത്തി പിടിക്കുന്നു. ഇപ്പോൾ ശബ്ദം കേൾക്കാത്തത് കൊണ്ട് 4 പേരും ഭയത്തിൽ തന്നെയാണ്. അവൻ പോയി എന്നാണ് തോന്നുന്നത് എന്ന് രഘു പറയുന്നു. ഇല്ല എന്ന് തലകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് നിത്യ. രഘുവേട്ടാ, ഡോക്ടർ പറഞ്ഞത് സത്യം തന്നെയല്ലേ? നമ്മളിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ സുജാത പറയുന്നുണ്ട്. എന്നിട്ട് നിത്യ നോക്കുന്നു. ഒരു ഭ്രാന്തനെ പോലെ ആ മുറിയുടെ മുന്നിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ജീവൻ. ഇതേ സമയം നിത്യ പറയുകയാണ് സുജാതയോട്, അമ്മേ, മനുവിൻ്റെ കൂട്ടുകാരൻ വിഷ്ണുവുമായിട്ട് എനിക്ക് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. ആ തോന്നലാണ് എന്നെ കൊല്ലാനുള്ള കാരണം. ശരവണൻ പറയുന്നു, സാർ, അവരെ കാണാൻ എനിക്ക് പേടിയാവുന്നു സാർ. ഇതേ സമയം ജോലിയും നിത്യേച്ചി വാതിൽ തുറക്കെന്ന് പറഞ്ഞ് തട്ടുന്നുണ്ടായിരുന്നു. അവിടെ നടന്ന ബഹളങ്ങൾ ഒന്നും അറിയാതെയാണ് ജ്യോതി കതകിന് തട്ടുന്നത്. വീണ്ടും നിത്യ നിൽക്കുന്ന ആ മുറിയുടെ വാതിൽക്കൽ വന്ന് അലറിക്കൊണ്ട് തുറക്ക് എന്ന് പറയുന്നുണ്ട് ജീവൻ. എന്നിട്ട് ആ വാതിലിൽ ഉറക്കെ ഇടിക്കുന്നു. പേടിച്ചരണ്ട് നിത്യയും സുജാതയും നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.